രാത്രി അത്ര പെട്ടെന്നൊന്നും കാസർകോട്ടുകാർ മറക്കില്ല. ഒരല്പസമയത്തെ വിനോദത്തിനും ആഘോഷത്തിനുമായി ഈ നാടിന് ഇതുവരെ ബലി കൊടുക്കേണ്ടി വന്നത് 6 പേരുടെ ജീവനാണ്. 30-ലധികം ആളുകളാണ് ഇപ്പോഴും ചികിത്സ തേടി വിവിധ ആശുപത്രികളിൽ കഴിയുന്നത്. ഇപ്പോഴും വെടിമരുന്നിന്റെ ഗന്ധം നീലേശ്വരത്തു നിന്നും പൂർണ്ണമായി മാറി തുടങ്ങിയിട്ടില്ല. ആഘോഷപൂർവ്വം കളിയാട്ടം കൊണ്ടാടിയ ക്ഷേത്ര പരിസരത്ത് ഇപ്പോൾ അവശേഷിക്കുന്നത് അപകടത്തിന്റെ ചില അടയാളങ്ങൾ മാത്രം. അഞ്ഞൂറ്റമ്പലം വീരർക്കാവിലെ അപകടം നടന്നിട്ട് 1 മാസം പിന്നിട്ടിട്ടും രോഗശയ്യകളിൽ കിടക്കുന്നവരുടെ എണ്ണം അനവധിയാണ്. പലർക്കും കൈകാലുകൾ പോലും അനക്കാൻ കഴിയാത്ത അവസ്ഥ. ആശുപത്രി വിട്ട് വീടുകളിലേക്ക് മടങ്ങിയിട്ടും പലരുടെയും അവശതയ്ക്ക് മാറ്റമില്ല. പ്ലാസ്റ്ററേജിന് ശേഷം അതിൻ്റെ കൈ അനക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ മെയിനായിട്ടുള്ളത് അതിൻ്റെ ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല. മാനസികമായിട്ടുള്ള ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല വൈഫിനും കുഞ്ഞിക്കും. സാധാരണക്കാരായ നാട്ടുകാർക്ക് കൂട്ടമായി പരിക്കേറ്റതോടെ പല കുടുംബങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി പാടെ തകർന്നു. ആശുപത്രികളിലെ ഭീമൻ ബില്ലുകളിൽ നിന്നും രക്ഷ നേടാനായത് സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായതോടെയാണ്. എന്നാൽ തുടർ ചികിത്സ എങ്ങനെ നടത്തുമെന്ന ചിന്തയാണ് ഇപ്പോൾ പലരുടെയും മനസ്സിനെ അലട്ടുന്നത്. കാരണം മൂവ്മെൻറ്റ്സ് ഇല്ലാതെ ഇപ്പം വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂല. മൊബൈൽ ടെക്നീഷ്യനാണ്. അപ്പം എല്ലാ കാര്യങ്ങളും കൈകൾ വെച്ച് ചെയ്യുന്ന ജോലിയാണല്ലോ. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ഇനി എപ്പോൾ എത്ര നാളെടുക്കും റിക്കവർ ആവാനൊന്നും ഒരു ഐഡിയ ഇല്ല. കാരണം ഫിംഗേഴ്സ് ഹാൻഡ് മൊത്തം ഒരു സ്റ്റിഫായ പോലെ. ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ പരിക്കേറ്റവർക്കുള്ള ചികിത്സ പൂർണ്ണമായും സൗജന്യമാക്കി. ഗുരുതരാവസ്ഥയിൽ തുടർന്ന പലരും മരണത്തിന് കീഴടങ്ങിയതോടെ സർക്കാർ പിന്നെയും സാമ്പത്തിക സഹായം നൽകി. എന്നിരുന്നാലും സാധാരണ ജീവിതം വീണ്ടെടുക്കാനാവാത്തൊരു ജനത ഇവിടെ പതറി നിൽക്കുകയാണ്. വെടിക്കെട്ട് അപകടം ഈ നാട്ടുകാരെ ശാരീരികമായി മാത്രമല്ല തളർത്തിയത്, മാനസികമായും ശാരീരികമായും ഒരുപോലെ തളർത്തി. തളർന്നു നിൽക്കുന്ന ഈ ജനതയ്ക്ക് മുൻപിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് തുടർ ചികിത്സയടക്കമുള്ള നിരവധി കാര്യങ്ങളാണ്. ഇവരെ ചേർത്തു നിർത്താൻ സർക്കാർ അടക്കം പ്രത്യേക കരുതൽ കാണിക്കണം. കാസർഗോഡ് നീലേശ്വരത്ത് നിന്നും റിനിൽ കാപ്പുമലിനൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.